ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 സോഷ്യോളജിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ ടേംസ് കോൺസെപ്റ്റ്സ് ആൻഡ് ദർ യൂസ് ഇൻ സോഷ്യോളജി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ 4ാമത്തെ പാർട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു പാർട്ടിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ കാണുന്നില്ലേ കുറേ അധികം ടേംസുകൾ. ഇത് ഇത്രയും വളരെ പ്രധാനമാണ്. നമുക്ക് 1 വേർഡ് സെക്ഷൻ 2 മാർക്ക്, ഈ ഒരു സെക്ഷൻ 3 മാർക്ക് 4 മാർക്ക്, ഈ ഒരു റേഞ്ചിൽ നമുക്ക് ചോദിക്കാം. 1, 2, 3, 4 മാർക്സിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറേ കോൺസെപ്റ്റ്സ് ആണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ മെയിൻ ഹെഡിങ് ഇങ്ങനെയാണ്: സ്റ്റാറ്റസ് ആൻഡ് റോള് എന്താണെന്നുള്ളതാണ്, പദവിയും പങ്കും എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, ഒന്നാമതായിട്ട് നമുക്ക് വരുന്നതാണ് സ്റ്റാറ്റസ്. സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ എന്താ? പദവി അല്ലേ. സ്റ്റാറ്റസ് അഥവാ പദവി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള പൊസിഷൻ, അത് തന്നെയാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള സ്ഥാനം എന്താണോ അതാണ് നമ്മുടെ പദവി എന്ന് പറയുന്നത്, സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് പറയാം, ഒരു സോഷ്യൽ പൊസിഷൻ എന്ന് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം അല്ലേ. നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് ആസ് എൻ ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് എനിക്കുള്ള സോഷ്യൽ പൊസിഷൻ എന്താണ്, അതാണ് എൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉള്ള സ്ഥാനം എന്താണോ അതാണ് നമ്മുടെ സ്റ്റാറ്റസ് അഥവാ പദവി എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് ക്ലിയർ ആണല്ലോ, വളരെ പ്രധാനമാണ്. 1 വേർഡ് മുതൽ ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്റ്റാറ്റസ്. എന്തായാലും പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, ഇനി അടുത്ത് വരുന്നതാണ് റോള്. റോളെന്ന് വെച്ചാൽ പങ്കാണല്ലേ. റോളെന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ഒരു സമൂഹത്തിൽ നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്, നമുക്കൊരു പദവി ഉണ്ട്. ആ ഒരു പദവിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്, അത് തന്നെയാണ് നമ്മുടെ റോള്. അതേ നമുക്ക് പറയാം പ്ലെയ്ഡ് ബിഹേവിയർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. റോളെന്ന് പറയുമ്പോൾ പങ്കല്ലേ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് തന്നെയാണ് നമ്മുടെ റോളെന്ന് പറയുന്നത്. നമ്മളൊരു സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അല്ലേ, അതിനെയാണ് നമുക്ക് റോളെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അത് നമ്മുടെ ബിഹേവിയേഴ്സാണ്, നമ്മുടെ പെരുമാറ്റ രീതികളെല്ലാം ഈ റോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഇനി നമുക്ക് വരുന്നതാണ് സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. നമുക്ക് ഓരോരുത്തർക്കും എന്തുണ്ടാവും, നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള സ്റ്റാറ്റസുകൾ ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള പദവികൾ ഒരു വ്യക്തിക്ക് സമൂഹത്തിനകത്തുണ്ടായിരിക്കും, ആണല്ലോ അല്ലേ. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താ പറയുക, നിങ്ങളിപ്പോൾ പഠിക്കുന്ന കുട്ടി, നിങ്ങൾക്കിപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ സൊസൈറ്റിയിലുള്ള പദവി എന്ന് പറയുന്നത്? ഒരു സ്റ്റുഡൻ്റാണ് അല്ലേ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്നുള്ളൊരു പരിഗണന നിങ്ങൾക്കുണ്ടാവും. പക്ഷെ അതേ സമയം തന്നെ നിങ്ങൾക്കുള്ള വേറൊരു പദവിയാണ് നിങ്ങളൊരു മകൻ അല്ലെങ്കിൽ ഒരു മകളായിരിക്കും അല്ലേ. അതൊരു പദവിയാണ്. നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ളൊരു പദവിയാണ്. ഇനി സൺ അല്ലെങ്കിൽ ഡോട്ടർ എന്ന് പറയുന്നത് ഒരു പദവിയാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ എന്താണ് പറയുക, നിങ്ങൾ എന്താ പറയുക, കൂട്ടുകാരൻ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അതൊരു പദവിയാണ്. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള പദവികൾ നമ്മുടെ സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് തന്നെ പലതരത്തിലുള്ള പദവികളുണ്ട്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്റ്റാറ്റസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് നമുക്ക് പറയാൻ പറ്റുക സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം സ്റ്റാറ്റസുകളാണ് അവിടെ വരുന്നത്, ഒരു കൂട്ടം പദവികളെന്ന് നമുക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റും. സ്റ്റാറ്റസിൻ്റെ ഒരു കൂട്ടം സെറ്റാണ് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്റ്റാറ്റസ് സൊസൈറ്റിയിലുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പം നമുക്കതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ അമ്മയാണ്. അമ്മമാരെ നമ്മളൊന്ന് ഓർത്തിരിക്കുക. എന്ന് പറയുമ്പോൾ അമ്മമാരെന്ന് പറയുമ്പോൾ എന്താണ്, അവരമ്മയാണ്, ആൻഡ് ഓൾസോ അവർ എന്താ പറയുക, ഒരു ഭാര്യയാണ്, പിന്നെന്താ മകളാണ് അല്ലേ. അതൊക്കെ ഓരോരോ പദവികളാണ്. മനസ്സിലായോ? അതൊന്ന് ചിന്തിച്ചാൽ മതി. ഇനി അടുത്ത് വരുന്നതാണ് നമ്മുടെ സ്റ്റാറ്റസ് സീക്വൻസ് എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, പലതരത്തിലുള്ള സ്റ്റാറ്റസ് നമുക്ക് പലതരത്തിലുള്ള ലെവലിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. വേറെ ഒന്നുമില്ല, ഇപ്പം നോക്കിയേ, നിങ്ങളെല്ലാവരും ഓരോ കുട്ടികളാണല്ലോ. ഇപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ നീ ഒരു ബോയ് ആണ്. ഇപ്പോൾ ഒരു ബോയ് ആണ്, നിലവിൽ ഒരു ബോയ് ആണ്. ഓക്കെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോയ് ആണ് നീ. ഓക്കെ, പക്ഷേ ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ നീ എന്തായി മാറും ഇവിടെ? ഒരു ഫാദറായിട്ട് മാറും അല്ലേ. ഫാദറായിട്ട് മാറും. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു ഗ്രാൻഡ് ഫാദറായിട്ട് മാറും അല്ലേ. അപ്പോൾ എന്താണ്, കാലത്തിനനുസരിച്ച് ഈ സ്റ്റാറ്റസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റാറ്റസ് സീക്വൻസ് എന്ന് നമ്മൾ പറയുന്നത്. അതിൽ പല ലെവലുകളിലായിട്ട് നമുക്ക് പല തരത്തിലുള്ള
സ്റ്റാറ്റസുകൾ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റസ് സീക്വൻസ് എന്ന് പറയുന്നത്. നമ്മൾ 10ാം ക്ലാസ്സിലെ മാത്സിന് ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? എന്താ പറയുക, ഒരു ശ്രേണിയിൽ ഇങ്ങനെ അടുക്കി ഓരോ ലെവലായിട്ട് ഇങ്ങനെ നമ്പേഴ്സ് വരുന്നത്. അത് തന്നെയാണ് അവിടെയും വരുന്നത്. ഓരോ ലെവൽ മാറി പലതരത്തിലുള്ള പദവികൾ ഇങ്ങനെ അടുക്കിയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതാണ് സ്റ്റാറ്റസ് സീക്വൻസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി വരുന്നതാണ് സ്റ്റാറ്റസിൻ്റെ 2 ടൈപ്സ്. ഓക്കെ, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അതുപോലെ തന്നെ അച്ചീവ്ഡ് സ്റ്റാറ്റസും. ഓക്കെ, ഇതാണെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിക്കും. സ്റ്റാറ്റസിൻ്റെ 2 ടൈപ്പുകൾ ഏതൊക്കെയാണ്, 2 തരത്തിലുള്ള സ്റ്റാറ്റസ് ഏതൊക്കെയാണെന്നുള്ള ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തതാണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. ആ വേർഡിൽ തന്നെയുണ്ട്. അസ്ക്രൈബ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് ജന്മനാ നമുക്ക് കിട്ടുന്നതാണ്, സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത്, ആണല്ലോ. ഓക്കെ, എന്ന് പറയുമ്പോൾ നമുക്ക് ബൈ ബർത്ത്, നമുക്ക് ബർത്തിലൂടെ തന്നെ നമുക്ക് കിട്ടുന്ന സ്റ്റാറ്റസ് ആണെന്ത്, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ജനനം മുഖേന തന്നെ നമുക്ക് ലഭിക്കുന്ന പദവിയാണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേടിയെടുക്കുന്നതല്ല, നമുക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് കിട്ടുന്ന സ്റ്റാറ്റസാണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. ഫോർ എക്സാമ്പിൾ, അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ജനിക്കുമ്പോഴേ തന്നെ നമുക്ക് ഓൾറെഡി എന്താണ് സെറ്റായി വരുന്ന സംഭവമാണ് നമ്മുടെ ജാതി, മതം, അല്ലേ എന്നൊക്കെ പറയുന്നത്, അല്ലേ? നമ്മൾ ഏത് റിലീജിയനിലാണ്, ഏത് കാസ്റ്റിലുള്ള ആളാണ്, ഏത് ലാംഗ്വേജിൽ, ഏത് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്, അല്ലേ, ഏത് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്, അല്ലേ, ഏത് രാജ്യത്തിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്, ഏത് സംസ്ഥാനത്തിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന കാര്യമാണോ? അല്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിവുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നതാണോ? അല്ല. നമുക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടിപ്പോകുന്ന സംഭവങ്ങളാണ്. കിട്ടിപ്പോകുന്ന എന്താണ്? സ്റ്റാറ്റസ് ആണ്. അതാണ് നമ്മൾ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ബൈ ബർത്തിലൂടെ നമുക്ക് കിട്ടുന്ന സ്റ്റാറ്റസ്, അതാണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിവുകൊണ്ട്, നമ്മുടെ സ്വന്തം ടാലൻസും കപ്പാസിറ്റീസും ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ നേടിയെടുക്കുന്ന സ്റ്റാറ്റസാണ് എന്ത്, അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ നല്ലൊരു ജോബ് നമ്മൾ നേടിയെടുക്കുകയാണ്. അതെന്താണ്, നമ്മളെ ജോബ് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ടാലൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ നേടിയെടുക്കുന്നതാണ് നമ്മുടെ ജോബ്, അല്ലേ, ഒരു ജോലി എന്ന് പറയുന്നത്. ഇനി അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഓക്കെ, ഞാനിപ്പോൾ ഒരു +2 പാസ്സായ ആളാണ് എന്ന് പറയുമ്പോൾ അതെന്താണ്, ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നേടിയെടുത്ത ഒരു സ്റ്റാറ്റസാണ്, അഥവാ പദവിയാണ് നമ്മുടെ ആ ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അസ്ക്രൈബ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ജന്മനാ കിട്ടുന്നതാണ്, അച്ചീവ്ഡ് നമ്മുടെ ടാലൻസ് കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് വരുന്ന ഒരു ടേമാണ് പ്രസ്റ്റീജ്. പ്രസ്റ്റീജ് എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, നമ്മുടെ നമുക്ക് സ്റ്റാറ്റസിനോടൊപ്പം കിട്ടുന്ന വാല്യൂസ്, മൂല്യങ്ങളാണ് നമ്മൾ പ്രസ്റ്റീജ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ്, വാല്യൂസാണ്. ആ ഒരു വേർഡ് നിങ്ങൾ ഓർക്കുക, വാല്യൂസ്, മൂല്യങ്ങളാണ് നമുക്ക് പ്രസ്റ്റീജ് എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് റോൾ കോൺഫിഡൻസ്. ഈ റോൾ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, നമ്മൾ റോൾ എന്താണ്, പങ്ക് എന്താണെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ഈ സൊസൈറ്റിയിൽ നമ്മളൊരു സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ റോൾസ്, അല്ലെങ്കിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന ബിഹേവിയേഴ്സാണ് റോൾസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ പലതരത്തിലുള്ള റോൾസ് ഒരു വ്യക്തിക്ക് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മീൻസ്, അതായത് ഇപ്പോൾ ഒരു ലേഡി നമുക്കെടുക്കാം. അപ്പോൾ ആ ഒരു ലേഡി എന്ന് പറയുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം. ആൻഡ് ഓൾസോ ഒരു ജോബൊക്കെ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓഫീസിൽ പോയി ജോലിയും ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലേ? അപ്പോൾ അവർ പലതരത്തിലുള്ള റോളുകൾ അവിടെ വഹിക്കുന്നുണ്ടെന്ന് പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള റോളുകൾ ഒരു വ്യക്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്, റോൾ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നത്. കോൺഫ്ലിക്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ തർക്കങ്ങൾ അല്ലെങ്കിൽ ക്ലാഷ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതാണ് റോൾ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. പല വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ തമ്മിലുള്ള ക്ലാഷാണ് നമ്മൾ റോൾ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്നൊരു ടേമാണ് റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ്. റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, മുമ്പ് കാലം മുതൽ തന്നെ നമ്മുടെ സമൂഹത്തിനകത്ത് പലർക്കും എന്തായിരിക്കും പലതരത്തിലുള്ള റോളുകൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് അങ്ങ് കൊടുത്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പണ്ട് മുതൽ എന്താണ് പറയുക, സ്ത്രീകളെന്ന് പറയുമ്പോൾ വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടി കഴിയണം, പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആയിരിക്കും അങ്ങനെ പറയുന്നുണ്ടാവും, അല്ലേ? സ്ത്രീകളാകുമ്പോൾ വീട്ടുകാര്യങ്ങൾ മീൻസ് പ്രത്യേകിച്ചും അടുക്കള ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ പുരുഷന്മാരാകുമ്പോൾ വീട്ടിലേ നിൽക്കരുത്, പുറത്ത് നിന്നുള്ള ജോലികളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫീമെയിൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്കകത്ത്
അതിനകത്ത് ഇന്ന റോൾസ് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ഓൾറെഡി ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മെൻ ആണെന്നുണ്ടെങ്കിൽ, പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ ഇതേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തും ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രക്ചർ ചെയ്ത് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി കറക്റ്റ് ആണോ? അല്ല, കറക്റ്റ് അല്ല, അല്ലേ? അതാണ് നമ്മൾ റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, കുറേ റോൾസ് എന്ന് പറയുമ്പോൾ കുറേ അധികം എന്താ പറയുക കാര്യങ്ങൾ, വർക്കുകൾ ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കുറേയധികം ചുമതലകൾ ഇന്ന റോളിന് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഈ ഒരു പദവി നിൽക്കുമ്പോൾ നിങ്ങളിത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി ഇതാണ് സമൂഹത്തിൽ എന്ന് പറഞ്ഞത് സ്ട്രക്ചർ ചെയ്ത് അങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഫിക്സ് സം സ്പെസിഫിക് റോൾ ഫോർ സം മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം. സമൂഹത്തിലെ ചില മെമ്പേഴ്സിന് എന്ത് ചെയ്യുകയാണ്, ചില സ്പെസിഫിക് ആയിട്ടുള്ള റോൾ നമ്മൾ അങ്ങോട്ട് ഫിക്സ് ചെയ്ത് അങ്ങ് കൊടുത്തിരിക്കുകയാണ്. അതാണ് റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഇന്ന് നമ്മൾ പഠിച്ച ഈ ടേംസ് എല്ലാം വളരെ പ്രധാനമാണ്. നമുക്ക് ഒന്നുകൂടി പറയാം. സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ പദവി എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ പൊസിഷൻ, നമ്മുടെ സ്ഥാനമാനം, അതാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. റോൾ എന്ന് പറയുമ്പോൾ നമ്മളെവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ പ്ലേ ചെയ്യുന്ന നമ്മുടെ ബിഹേവിയേഴ്സ് എല്ലാം ഉൾപ്പെടുന്നതാണ് റോള്, നമ്മൾ വഹിക്കുന്ന പങ്ക്, അത് തന്നെയാണ് റോളെന്ന് പറയുന്നത്. ഇനി സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വ്യക്തിക്ക് തന്നെ പലതരത്തിലുള്ള സ്റ്റാറ്റസുകൾ, പദവികളുണ്ട്, അല്ലേ? അതാണ് സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് സീക്വൻസ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഘട്ടങ്ങളിലായിട്ട് ഓരോ വ്യക്തിക്കും കിട്ടുന്ന സ്റ്റാറ്റസ് ആണ്, അല്ലേ? ഇപ്പം മകൻ അച്ഛനാകുന്നു എന്നുള്ള, അച്ഛൻ എന്താണ് ഗ്രാൻഡ് ഫാദർ ആവുന്നു, ഇങ്ങനെ പോകുന്ന ആ ഒരു സീക്വൻസിനാണ് സ്റ്റാറ്റസ് സീക്വൻസ് എന്ന് പറയുന്നത്. പല ലെവലുകളായിട്ട് നടക്കുന്ന കാര്യം. ഇനി സ്റ്റാറ്റസിൻ്റെ 2 ടൈപ്പാണ്, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അച്ചീവ്ഡ് സ്റ്റാറ്റസും. അസ്ക്രൈബ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ജന്മനാ കിട്ടുന്നതാണ്. ഓക്കെ, ഇനി അച്ചീവ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ എബിലിറ്റി കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന സ്റ്റാറ്റസാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. പ്രസ്റ്റീജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് അഥവാ പദവിക്ക് കിട്ടുന്ന വാല്യൂ, ആ ഒരു മൂല്യങ്ങളാണ് നമ്മൾ പ്രസ്റ്റീജ് എന്ന് പറയുന്നത്. ഇനി റോൾ കോൺഫ്ലിക്ട്സ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള റോളുകൾ തമ്മിലുള്ള ക്ലാഷാണ് റോൾ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പഠിച്ച റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിലെ ചില ആൾക്കാർക്ക് ഇന്ന റോൾസ് ഫിക്സ് ചെയ്ത് അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതാണ് റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടെർമിനോളജീസും കൃത്യമായിട്ട് എല്ലാവരും ക്ലിയർ ആയിട്ട് ഒരു 1-2 സെൻറ്റൻസിലെങ്കിലും മാക്സിമം ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ച് വച്ചിരിക്കുക. അത് പബ്ലിക് എക്സാമിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഓക്കെ, ആകുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്ത് പഠിച്ചു വയ്ക്കാം. ഓക്കെ.